കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ആയുസ്സോടും ആരോഗ്യത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി വരാൻ സർവശക്തനായ ദൈവം തന്ന അവസരം, അത് വെറുതെ വചനം കേട്ട് പോകാനോ, വെറുതെ ഒരു ആമയം പറഞ്ഞു പോകാനോ, വെറുതെ ഒരു കമൻ്റ് ഇട്ട് പോകാനോ അല്ല. ദൈവം തന്ന അവസരത്തിനകത്ത് നിങ്ങളിൽ എന്ത് സംഭവിക്കണം, നിങ്ങളിൽ എന്ത് ചെയ്യണം, നിങ്ങളിൽ എന്ത് രൂപാന്തരം വരണം, നിങ്ങളിലൂടെ എന്തൊന്ന് ദൈവത്തിന് ചെയ്യണം, ആ ദൈവിക പർപ്പസ് നടപ്പിലാക്കിയെടുക്കാൻ, നിവർത്തീകരിപ്പാൻ ദൈവം ഈ അവസരം പ്രിയപ്പെട്ടവർക്ക് തന്നിരിക്കുന്നു. ദൈവം ഈ അവസരം പ്രിയപ്പെട്ടവർക്ക് തന്നിരിക്കുന്നു. ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുൻപേ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയ സമയം ഞാൻ അനുഭവിച്ചൊരു അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവശക്തി. അതിൻ്റെ ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒരു 35-40 മിനിറ്റ് ഈ ദൈവവചനം കേട്ട് നമ്മൾ ആശീർവാദം പറയുന്നതിനു മുൻപേ അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇന്ന് ആശീർവാദം പറയുന്നതിന് മുൻപേ ദൈവം എന്തോ വലിയ എവിഡൻറ്റിക്കലി ഒരു മാറ്റവും മാനവും നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കും, നിങ്ങളുടെ ശുശ്രൂഷയിൽ നൽകിയിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയിരിക്കും, നിൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കും, നിൻ്റെ ഫൈനാൻഷ്യൽ മേഖലകളിൽ നൽകിയിരിക്കും, ബിസിനസ്സിൻ്റെ മേൽ നൽകിയിരിക്കും, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ നൽകിയിരിക്കും, കരിയറിൻ്റെ മേൽ നൽകിയിരിക്കും, ഫാമിലിയുടെ മേൽ നൽകിയിരിക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗം അത് ചെയ്യും. കാര്യമെന്ന പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ചിലതിനെ ദൈവം കാണുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ചിലതിനെ ദൈവം കാണുന്നു. ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? വൈ ഷുഡ് ഐ പ്രേ? ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, പ്രാർത്ഥിച്ചാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തുള്ളൂ? പ്രാർത്ഥിക്കുന്നവൻ, ഞാൻ എപ്പോഴോ ഈ വാക്ക് പറഞ്ഞപ്പോൾ അത് ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടില്ല. നമ്മളുടെ ആൾക്കാർക്കല്ല, പുറത്തൊരു വ്യക്തി വെളിപ്പാടില്ലാതെ കേട്ടപ്പോൾ ആ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് എഴുതിയ സ്ക്രിപ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. അത് സംഭവിക്കും. അത് സംഭവിക്കത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു ശുശ്രൂഷകനും ഒരു ദൈവാലോചന ഒരു ദൈവ പൈതലിന് കൈമാറാൻ പാടില്ല. ദൈവം പറയുന്നു എന്ന് ഞാൻ പറയണമെങ്കിൽ ദൈവ ഹൃദയത്തിൻ്റെ പദ്ധതികളെയും ആലോചനകളെയും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ടാണ്. ആ ദൈവ ഹൃദയത്തിൻ്റെ ആലോചന ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ടാണ്, ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ടാണ്, ആ ഒരു ആക്സസ് എനിക്ക് ദൈവവുമായിട്ടുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ ഒരു ആക്സസ് ഉണ്ട്. ആക്സസ് പോയിന്റിലൂടെ നമുക്ക് ആ ദൈവിക ആലോചനയെ സ്വീകരിക്കാൻ കഴിയും. സുഹൃത്തെ, അതിനെ വിമർശിക്കുന്നവനും അതിനെ സംശയിക്കുന്നവനും അത് കഴിയാതിരിക്കുമ്പോൾ കപ്പൽ തകർന്ന് തരിപ്പണമായി ധാന്യവും ഭക്ഷ്യസാധനങ്ങളും സമ്പത്തും ആയുധങ്ങളും എല്ലാം വെള്ളത്തിൻ്റെ അടിയെത്തിയിട്ടും പൗലോസ് ചാടി എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഇപ്പോൾ കർത്താവിൻ്റെ ദൂതൻ എന്നോട് വന്ന് പറഞ്ഞു, കപ്പലിനും അതിൻ്റെ സാമഗ്രികൾക്കും ദോഷം വന്നാലും പ്രാണന് ദോഷം വരാതെ നിന്നെ ഞങ്ങൾ കാക്കും, നിങ്ങളെ ഞാൻ കാക്കും എന്ന് ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു എന്ന് പൗലോസ് പറഞ്ഞു. കപ്പൽ ഛേദം സംഭവിച്ച ഭാഗമൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് മരിച്ചുപോകും, രക്ഷപ്പെടുമെന്നുള്ള ആശ വരെ നശിച്ചുപോയ ഒരു വ്യക്തിയാണ് പൗലോസ്, അല്ലേ? രക്ഷപ്പെടുമെന്നുള്ള ആശ വരെ നശിച്ചുപോയ ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയ ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നു. പൗലോസിന്റെ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി. പക്ഷേ നശിച്ചുപോയ ആശയുടെ മധ്യത്തിലും ആ മനുഷ്യൻ എവിടെയോ ചാരിയിരുന്ന ദൈവസന്നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് ലഭിച്ച വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത പ്രാർത്ഥനയുടെ ആക്സസ് പോയിന്റിലൂടെ ദൈവവുമായി താൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവാലോചന തനിക്ക് കിട്ടി. മോനെ, നിങ്ങൾ ശേഖരിച്ചു വെച്ച ഭക്ഷ്യവസ്തുക്കൾ വെള്ളത്തിൽ അലിഞ്ഞു പോകും, കുതിർന്നു പോകും, കപ്പൽ തകരും. പക്ഷേ
പ്രാണന് ദോഷം വരികയില്ല, പ്രാണന് ദോഷം വരികയില്ല. അത് ദൈവഹൃദയത്തിൻ്റെ ആലോചനയെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു ഭക്തനായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോയോ ഇല്ലയോ, ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളുടെ പല ആശയും നശിച്ച ഘട്ടത്തിലായിരിക്കാം, പല വിശ്വാസവും നശിച്ച ഘട്ടത്തിലായിരിക്കാം, പലരും ഇപ്പോൾ സ്റ്റക്കപ്പായി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിനക്കൊരു ബ്രേക്ക് ത്രൂ, നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ, നിങ്ങൾക്കൊരു ഓപ്പണിംഗ് നൽകാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ദൈവം നിഷ്പ്രയാസമായി അത് ചെയ്തെടുക്കും. അത് ഈ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 4-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവിടെ യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കും. യജമാനന്മാരുടെ കടമകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക. കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ യജമാനന്മാർക്കുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ഈ ചെയ്യുന്നവനെ ചെയ്യാൻ പറയാനുള്ള അനുവാദവും, ചെയ്യുന്നവനെ നീ അത് ചെയ്യണം എന്ന് ധൈര്യത്തോടും ആജ്ഞയോടും കൂടെ പറയാനുള്ള, അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയാനുള്ള അവകാശമുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാനൊരു കാര്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അത് മാനുഷികമായും എനിക്കില്ല, ദൈവികമായും എനിക്കില്ല. അതിനുള്ള അവകാശം എനിക്കില്ല, അതിനുള്ള വോയിസ് എനിക്കില്ല. എന്നാൽ പൗലോസ് പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ശുശ്രൂഷകളാകട്ടെ, അത്ഭുതപ്പെടുന്ന വീര്യപ്രവർത്തികളാകട്ടെ, അത്ഭുതം കൂറുമാറ് കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള മഹാപ്രവൃത്തികളെല്ലാം കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ നടന്നതിൻ്റെ പിന്നിലെ കാരണം ഈ മനുഷ്യൻ ഉറ്റിരുന്നത് സുഹൃത്തുക്കളുടെ കൂടെ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് TV സീരിയലിൻ്റെ കൂടെ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് വാട്സാപ്പിൻ്റെ കൂടെ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് യൂട്യൂബിൽ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് സിനിമാ തിയേറ്ററിൽ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് കടൽ ബീച്ചിൽ അല്ലാത്തത് കൊണ്ടാണ്. ഈ മനുഷ്യൻ ഉറ്റിരുന്നത് ദൈവത്തോടും ദൈവസ്നേഹത്തോടുമായിരുന്നു. ഗ്രീക്കിൽ ആ വാക്കിന് പറയുന്നത് ഉറ്റിരിക്കുക എന്ന വാക്കിന് ഗ്രീക്കിൽ പറയുന്നത് പ്രോസ്കാർട്ടറയോ എന്നാണ്. പ്രോസ്കാർട്ടറയോ ഗ്രീക്കിൽ ആ വാക്കിന് അങ്ങനെ ഉറ്റിരിക്കുക എന്ന് പറയുന്നതിന് എഴുതിയേക്കുന്നത് പ്രോസ്കാർട്ടറയോ എന്നാണ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒരു കാര്യത്തിലേക്ക്, ഒരു നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു വസ്തുവിലേക്ക്, ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരിടത്തേക്ക്, ഒരു കാര്യത്തോടുള്ള അങ്ങേ അറ്റത്തെ അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് പ്രോസ്കാർട്ടറയോ. ചേർത്ത് എഴുതി നോക്കി വായിച്ചാൽ മതി, പ്രോസ്കാർട്ടറയോ. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു കാര്യത്തോടുള്ള അങ്ങേ അറ്റത്തെ അടുപ്പം. എങ്ങനത്തെ അടുപ്പം? ശുഷ്കാന്തിയോടുകൂടെ ഉള്ള ഒരു അടുപ്പമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കും എനിക്കും പല രീതിയിൽ ദൈവസന്നിധിയിലേക്ക് ബന്ധപ്പെടാം. പല രീതിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് സമയം ചെലവിടാം. എല്ലാവരും ഒരു ദൈവസന്നിധിയിൽ തന്നെ ചെലവിടുന്നവരാണെങ്കിൽ, ഇപ്പം 50 പേരെ എടുത്താൽ, അല്ലെങ്കിൽ 100 പേരെ എടുത്താൽ, ഈ 100 പേരും 100 രീതിയിലായിരിക്കും ഒരു സ്ഥലത്ത് ദൈവവുമായി ബന്ധപ്പെടുന്നത്. ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ദൈവദാസന്മാർക്കറിയാം, അവർ പുൽപ്പീറ്റിൽ നിന്ന് നോക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ ദാഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ദൈവവചനത്തോടുള്ള ദാഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രവചനം വരുന്നു എന്നറിയുമ്പോൾ മാത്രം കണ്ണിങ്ങനെ തുറക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്തോ പ്രവചിക്കാൻ പോവുകയാണ് പുള്ളി, അത് എൻ്റെ പേര് പറഞ്ഞാണോ പ്രവചിക്കുന്നത്, നോക്കട്ടെ. അതിനകത്ത് മനസ്സിലായില്ലേ? അതിന് തൊട്ടു മുന്നേ വരെ അവരുടെ കണ്ണ് തുറക്കത്തില്ല. പക്ഷെ പ്രവചിക്കാൻ വേണ്ടി ദൈവാത്മാവ് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രവചിക്കാൻ വരുമ്പോൾ ഉടൻ കണ്ണ് തുറക്കും. കണ്ണ് തുറന്ന് അങ്ങനെ ഇരിക്കും. അങ്ങനെയെന്നുള്ളവരെ നമുക്ക് അറിയാൻ പറ്റും. ഇതെന്ത് പറഞ്ഞാലും ഞാൻ ഈ ലോകത്തിലെ ആളെയല്ല, ഞാൻ ഒരു അന്യഗ്രഹ ജീവിയാന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരെ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും. പക്ഷെ ആളെവിടെ ഇരിക്കുന്നത്? ചർച്ചിനകത്തായിരിക്കുന്നത്. ആളെവിടെ ഇരിക്കുന്നത്? ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ആളെന്തുവാ കേൾക്കുന്നത്? പ്രസംഗമാ കേൾക്കുന്നത്. പക്ഷെ ബന്ധപ്പെടുന്ന രീതിയിൽ,
അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താ? എനിക്ക് ചർച്ചിൽ പോകണം. ആ ലക്ഷ്യത്തിൽ അവരെത്തി. പക്ഷെ ചർച്ചിൽ വന്നിട്ട് പിന്നെ ഒരു പ്രോസ്കാർട്ടറയോയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല. നിങ്ങളെ ആ ഒരു പ്രത്യേക അനുഭവ പ്രതലത്തിലേക്ക് എത്താൻ അനുവദിക്കാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നിങ്ങൾ ഡീൽ ചെയ്യണം. കാരണം ഇവിടെ പൗലോസ് പറയുന്നൊരു അന്ത്യ ആഹ്വാനമാണിത്. എന്താ അത്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാലും ശരിക്കും എല്ലാവരും പ്രാർത്ഥനയുടെ അന്തരീക്ഷം വിട്ട് പലപ്പോഴും മനസ്സുകൊണ്ട് പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. യേശുവിനെ കുറിച്ച് ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, കർത്താവ് 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും യേശുവിന് ശരിയായ ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് അവൻ വീണ്ടും അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അതിശ്രദ്ധയോടെ, പ്രോസ്കാർട്ടറയോ, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അന്നേരമാണ് കർത്താവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി താഴെ വീണത്. ശേഷമാണ് മറുപടി ലഭിച്ചത് എന്ന് നമുക്ക് ആ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ഏതൊക്കെ മേഖലകളിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ശത്രു തടഞ്ഞു വെച്ചിട്ട് മറുപടികൾ നമ്മളിലേക്ക് എത്താതെയും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് എത്താതെയും അത് വഴിമധ്യേ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആശ്ചര്യപ്പെട്ടു പോകും. ഞാൻ ഈ സെക്കൻഡിൽ പ്രവചിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ ഈ മീറ്റിംഗ് ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, ആരൊക്കെ ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം ചെലവിടുന്നു, ഒരു പ്രോസ്കാർട്ടറയോയുടെ അനുഭവത്തിൽ ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ ആഗ്രഹിക്കുന്നു, അവന്റെ പ്രാർത്ഥന അത് എന്റേതാണെങ്കിലും നിങ്ങളുടേതാണെങ്കിലും ആ പ്രാർത്ഥനകൾ ഇന്നു മുതൽ പിശാചിന് തടയാൻ കഴിയാത്ത നിലയിൽ, ആ പ്രാർത്ഥനകളെ ഒരു അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വെച്ചും സാത്താന് തടയാൻ കഴിയാത്ത നിലകളിൽ, ആ പ്രാർത്ഥനയ്ക്ക് വെളിപ്പെടേണ്ട മറുപടികളെ തടയാൻ കഴിയാത്ത നിലകളിൽ സ്വർഗം ഒരു പ്രത്യേക അഭിഷേകം ഇന്ന് ഇതിനകത്ത് പകരട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ചുരുക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകല്ലടാന്ന്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എന്ത് കാര്യത്തിന്മേലാണോ നീ ദർശനം വെച്ചിരിക്കുന്നത്, ദൈവദാസനെ, ദൈവദാസിയെ, പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്ന കുടുംബമേ, സഹോദര സഹോദരി, കൂടപ്പിറപ്പേ, എന്ത് കാര്യത്തിലേക്കാണോ നീ ദർശനം വെച്ചിരിക്കുന്നത്, നീ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രോസ്കാർട്ടറയോ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എവിടെയാണ് മറുപടികൾ മുടങ്ങുന്നത്? പ്രാർത്ഥനയിൽ മുടങ്ങുന്നവനാണ് മറുപടിയിൽ മുടങ്ങുന്നത്. പ്രാർത്ഥനയിൽ മുടങ്ങുന്നവനാണ് മറുപടിയിൽ മുടങ്ങുന്നത്. സ്തോത്രം. എവിടെയാണ് ഒരു വ്യക്തി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത്? പ്രാർത്ഥനയിൽ അനുഭവമുള്ളവനാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത്. പൗലോസ് ഒത്തിരി തിരക്കുകളുള്ള മനുഷ്യനാണ്, പക്ഷെ പ്രെയർ മുടക്കിയിട്ടില്ല. പൗലോസ് ഒത്തിരി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ പ്രെയർ മുടക്കിയിട്ടില്ല. ഈ ദിവസങ്ങളിൽ പ്രെയറിനെ കുറിച്ച് തന്നെ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ചിന്തിപ്പിക്കുക, പല കാര്യങ്ങൾ അങ്ങ് ചിന്തിപ്പിക്കുക. കാരണം ബൈബിൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നവനെ ഉത്സാഹിപ്പിക്കാനുമാണ്. സഭയിൽ ഒരു വ്യക്തി വന്നിരുന്നാൽ, കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉള്ള പാസ്റ്ററുടെ മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനല്ല, പൗലോസ് പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും കർത്താവിനെ സ്തുതിച്ചും പാടിയും ആരാധിച്ചും ഇരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇത് വന്നിരുന്ന അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും, അവരുടെ കുറവും ഇവരുടെ കുറവും, അവരാബ്സെൻ്റ് ആയത് ഇവരാബ്സെൻ്റ് ആയത്, അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത്, സഭയ്ക്കകത്ത് പാസ്റ്റർ വരുന്നത് വരെ ഇരുന്ന് ചുമ്മാ പറഞ്ഞ് അവിടുത്തെ ആത്മീയ മണ്ഡലം കലക്കാനല്ല, പകരം അവിടെ ഒരു ആത്മീയ ഉണർവുണ്ടാക്കിയെടുക്കാനാണ്. ഞാൻ രാജൻ ബ്രദറിനെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, രാജൻ ബ്രദറെ ഒരാത്മമണ്ഡലം തുറക്കാൻ കണക്കിന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ഞാൻ അന്നമാൻറ്റിയെ വിളിക്കുമ്പോൾ പറയണം, അന്നമാൻറ്റി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തുറക്കാൻ, വേറൊന്നും വേണ്ടിവിടെ,
വേറൊന്നും നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു നോക്കുക. വേറെ എന്തെങ്കിലും പാസ്റ്റർ സാമ്പത്തിക മണ്ഡലം തുറക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? കുറേ ജനം വന്നിങ്ങ് കൂടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു നോക്കുക. വേറൊന്നും ഈ 5-5.25 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. 5 വർഷം കഴിയുന്നു നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട്. പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഇതൊന്നും വേണ്ടേ? ഇതെല്ലാം വേണം. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യം. ഇതൊക്കെ എൻ്റെ റൈറ്റാണ്. എൻ്റെ മിനിസ്ട്രിയിൽ അത് നടക്കേണ്ടത് എൻ്റെ റൈറ്റാണ്. കാരണം ഞാൻ എടുക്കുന്ന എൻ്റെ നാമമല്ല, എന്നെ വിളിച്ച കർത്താവിൻ്റെ നാമം. അത് നടക്കണം. അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ നടക്കണം. ജനം ഇതിനകത്ത് വർദ്ധിക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം അത് പ്രചരിക്കണം, വർദ്ധിക്കണം. അത് നടക്കേണ്ടത്, അത് അധികം നമ്മുടെ അവകാശമാണ്. നടക്കണം. നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ കൂടുന്ന ഒരു കൂട്ടായ്മയായത്. ഈ മീറ്റിംഗ് സക്സസ് ആകേണ്ടതും ഇതിനകത്ത് ജനങ്ങളെ കൊണ്ട് നിറയേണ്ടതും നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാ. അത് നിങ്ങൾക്കും ഒരു ഭയങ്കര മാനമാണ്, ഒരു ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം ഇതിനകത്ത് വീഴുന്ന മന്ന നമ്മൾ പറക്കുന്നവരാ. ഇതിനകത്ത് വീഴുന്ന മന്ന നമ്മൾ പെറുക്കുന്നവരാ. ഇതിനകത്ത് വീഴുന്ന കാട നമ്മൾ എടുക്കുന്നവരാ. അപ്പൊ ഇതിനകത്തൊരു ഉണർവുണ്ടാകേണ്ടത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഒരു അവകാശമാണ്. പക്ഷെ അവിടെ ഒരു തടസ്സം കൊണ്ടുവരാതിരിക്കണമെങ്കിൽ, അവിടെ ഒരു ബ്ലോക്ക് വരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. അതാ ഞാൻ അവരെ വിളിക്കുമ്പോൾ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ആരെ വിളിച്ചാലും ഞാൻ പറയുന്ന കാര്യം അതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, പ്രോസ്കർട്ടറയോ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഒരു ഉറ്റിരിപ്പിൻ്റെ അനുഭവമില്ലാതെ ചടങ്ങുകളായി മാറുകയും വേവലാതികൾ പങ്കുവെക്കുന്ന ഒരു സമയമായി മാറുകയും ആവലാതികൾ പുലമ്പുന്ന ഒരു സന്ദർഭമാക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ് പിശാച് അതിനെ മുതലെടുക്കുന്നത്, സാത്താൻ അതിനെ മുതലെടുക്കുന്നത്. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തെ, അതിനപ്പുറത്തൊരു രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന നിന്റെ മേൽ ദൈവം ഒരു സ്പെഷ്യൽ പ്രയറിന്റെ അനോയിന്റിംഗ് പകർന്നിരിക്കും. ഹല്ലേലൂയ. സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഞാനൊന്ന് അവിടെ നിന്നോട്ടെ. പൗലോസ് പറയുന്നത് തൻ്റെ ശുശ്രൂഷയിലെ ഒരു സക്സസിനു വേണ്ടി, തൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയിലെ ഒരു സക്സസിന് വേണ്ടി. അപ്പൊ പ്രാർത്ഥന എന്തിനാ? ഒരു വിജയത്തിന് വേണ്ടിയാ. പ്രാർത്ഥന എന്തിനാ? ഒരു മറുപടി കാണാൻ വേണ്ടിയാ. പ്രാർത്ഥന എന്തിനും കൂടെയാ? തടയുന്ന ശക്തികളെ തകർക്കാനും കൂടെ വേണ്ടിയാ. പ്രാർത്ഥന പലതിനു വേണ്ടിയാണ്. അതിലൊരു കാര്യം മാത്രം അല്ലേ? പൗലോസ് പറയും, ദൈവവുമായി ഒരു പ്രോസ്കർട്ടറയോ ഉള്ള ഒരു മനുഷ്യൻ, ദൈവത്തിനു വേണ്ടി ശുഷ്കാന്തിയുള്ള ഒരു മനുഷ്യൻ. ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെ പോലൊരു മനുഷ്യനാ പൗലോസ് എന്ന്. അറ്റ്ലീസ്റ്റ് പൗലോസിനെ പോലൊരു മനുഷ്യനെങ്കിലുമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം പൗലോസ് അത്ര ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഇതെനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ അനുകരിക്കുന്നല്ല, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ എന്നെ അനുകരിക്കുവിൻ. വാക്കിൽ തെറ്റിയ മനുഷ്യനല്ല പൗലോസ്. വാക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതല്ല, ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതല്ല. താൻ ക്രിസ്തുവിനെ മാത്രമേ അനുകരിക്കുന്നുള്ളൂ എന്ന ആ മനുഷ്യന്റെ മനസാക്ഷിക്ക് ബോധ്യമുള്ളത് കൊണ്ട് പറഞ്ഞ വാക്കാ. പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രസംഗിക്കുമ്പോൾ നമ്മൾ മറ്റാരെങ്കിലും പോലെ അനുകരിക്കാറുണ്ടോ? പാടുമ്പോൾ മറ്റേ ആരെങ്കിലും പോലെ നമ്മൾ അനുകരിക്കാറുണ്ടോ? സംസാരിക്കുമ്പോൾ മറ്റേ ആരെങ്കിലും പോലെ നമ്മൾ അനുകരിക്കാറുണ്ടോ? നടക്കുമ്പോൾ മറ്റാരെങ്കിലും പോലെ നമ്മൾ അനുകരിക്കാറുണ്ടോ? വസ്ത്രം ധരിക്കുമ്പോൾ മറ്റാരെങ്കിലും കണ്ട് നമ്മൾ അനുകരിക്കാറുണ്ടോ? ചിരിക്കുമ്പോൾ മറ്റാരെങ്കിലും പോലെ നമ്മൾ അനുകരിക്കാറുണ്ടോ?
കമോൺ, പെരുമാറുമ്പോൾ മറ്റാരെങ്കിലും പോലെ നമ്മൾ അനുകരിക്കാറുണ്ടോ? എവിടെയൊക്കെയോ അറിവില്ലായ്മ കൊണ്ടോ അജ്ഞത കൊണ്ടോ പാപം ചെയ്തു പോയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്രിസ്തുവിനെ പോലെ അനുകരിക്കുന്ന എന്നെ നിങ്ങൾ അനുകരിക്കുവിൻ. മീൻസ് നിങ്ങൾ എന്നെ അനുകരിച്ചാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ അനുകരിക്കുക. ക്രിസ്തു ആയിരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ അനുകരിക്കുക. ക്രിസ്തുവിനെ അനുകരിക്കുന്ന അനുകാരികളായിരിക്കുക. സഹോദര, ദൈവം എന്നെ വിളിച്ചാൽ എനിക്കുള്ളതേ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റൂ. എനിക്ക് മറ്റാരെയും പോലെ ആവണ്ട. എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നതേ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റൂ. എനിക്ക് അവരെ പോലെ, അവനെ പോലെ, അവളെ പോലെ. നോ, ദൈവം എന്നിൽ എന്തോ ഒരു ക്വാളിറ്റി കണ്ടതുകൊണ്ടാ. ആ ക്വാളിറ്റി മതി എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ എന്ന് ദൈവം ഡിസൈഡ് ചെയ്ത്. ഞാൻ പറയും എനിക്ക് അയാളെ പോലെ, എനിക്ക് ഇയാളെ. ഞാൻ പറയും നിന്നെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിയേക്കാൾ അധികമായി ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒത്തിരി വ്യക്തികളുണ്ട്, ഒത്തിരി ദൈവദാസന്മാരുണ്ട്, അത്ഭുതപ്പെടുത്തിയ ഒത്തിരി ദൈവദാസിമാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, അവരെ ഉപയോഗിച്ച ദൈവത്തിന് അവരെക്കാൾ അധികമായി കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ എന്നെ ഉപയോഗിക്കാൻ കഴിയും. അതിനെന്തോ ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പാസ്റ്റർ എന്തുവാ പറയുന്നേ? അതൊക്കെ പ്രാർത്ഥന ഉറ്റിരുന്നാൽ നടക്കുമോ? തിരുവെഴുത്ത് പറയുന്നു, പ്രാർത്ഥനയിൽ എന്തിനുറ്റിരിക്കണം അതിൽ തന്നെ ജാഗരിക്കണം എന്ന് പൗലോസ് പറയുന്നത് എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ പറയുന്നു. കാരണം എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം. പൗലോസ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയും കയറി ഭക്ഷണം മോഷ്ടിച്ചത് കൊണ്ടല്ല, ബാങ്ക് കൊള്ളയടിച്ചത് കൊണ്ടല്ല, ആരുടെ മുതൽ മോഷ്ടിച്ചത് കൊണ്ടല്ല, ആരെയും കയറി തല്ലിയത് കൊണ്ടല്ല, ചീത്ത പറഞ്ഞത് കൊണ്ടല്ല, മോശ ജീവിതം നയിച്ചത് കൊണ്ടല്ല. പൗലോസ് ബന്ധനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. ദൈവവേദന ഒന്ന് കേട്ടെ. ഈ ബന്ധനങ്ങളൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും പല ലേഖനങ്ങളിലും കൂടെ നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നു. കാരാഗ്രഹത്തെ മനസ്സിലാക്കുന്നു, ചങ്ങലകളെ മനസ്സിലാക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ചങ്ങല പോലും പൗലോസിന്റെ മൂവ്മെന്റിനെ തടഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഒരു ചങ്ങല പോലും പൗലോസിന്റെ പ്രേയർ ടൈമിന് വിലങ്ങ് വെച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഒരു ചങ്ങല പോലും പൗലോസിന്റെ സുവിശേഷ വേലയെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. ചങ്ങല ധരിച്ചും താൻ സുവിശേഷം പ്രസംഗിച്ചു, ചങ്ങല ധരിക്കാതെയും സുവിശേഷം പ്രസംഗിച്ചു. ചങ്ങല ധരിച്ചത് തനിക്ക് കൂടുതൽ സാക്ഷ്യമാക്കി. ആ വചനമൊക്കെ കേട്ടോണ്ട് വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവിടെ താൻ ദൈവവചനം പ്രസ്താവിച്ച സമയം ജനത്തിന് അത്ഭുതമായിരുന്നു. ഈ മനുഷ്യൻ ഈ ചങ്ങല ധരിച്ചിട്ട് എങ്ങനെ ഇത്ര വിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നു? അടുത്തൊരു ദൂതും കൂടെ പറയാം. ചങ്ങല ധരിച്ച സമയവും ദൈവം തനിക്ക് വേണ്ടി ഒരു സെർവന്റിനെ അപ്പോയിന്റ് ചെയ്തു കൊടുത്തു. പല സ്ഥലങ്ങളിലും പൗലോസിനെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലാക്കിക്കോ. എല്ലാ കാര്യവും എന്നിലൂടെ നടക്കണമെന്നില്ല. എനിക്ക് നടക്കേണ്ട കാര്യം കർത്താവ് പലരിലൂടെയും ചെയ്യും. എല്ലാ കാര്യത്തിനും എൻ്റെ കൈ നീട്ടണമെന്നില്ല. എൻ്റെ കൈ നീട്ടാൻ പറ്റാത്തടുത്ത് പല കരങ്ങൾ എനിക്ക് പകരമായി നീളും. ഞാൻ ദൈവാത്മാവിലൊരു കാര്യം ചിലരോട് പ്രവചിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അകത്ത് കത്തുന്ന ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, പലരും നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ വായായി സംസാരിക്കുന്നവനെ ദൈവം എഴുന്നേൽപ്പിക്കും. പലയിടത്തും നിനക്ക് കൈ നീട്ടാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് വേണ്ടി പലരുടെയും കരങ്ങൾ നിനക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കും. പലയിടത്തും നിനക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല, പക്ഷേ നിനക്ക് പകരക്കാരനായി ദൈവം ചിലരെ അയക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ പൗലോസ് പറയാണ്, എനിക്ക് ബന്ധന കാരണമായ സുവിശേഷം. പ്രിയപ്പെട്ട ആൻറ്റി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി തുടങ്ങിയ സമയത്തായിരിക്കും ബന്ധനം, പോരാട്ടം എന്ന് നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ശീലിച്ചത്. നിങ്ങൾ ഉപവസിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും നിലവിലുള്ളതും കൂടെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ കൂടുതൽ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോഴായിരിക്കും കൂടുതൽ കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടായത്. ബന്ധന കാരണമായ സുവിശേഷം. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇതിനു മുന്നേ ഒന്നും ഈ മറഞ്ഞിരുന്ന സാധനം പുറത്തേക്ക് വന്നില്ല?
അപ്പോഴും നിങ്ങൾക്ക് പോരാട്ടമില്ല, പ്രശ്നമില്ല എന്നൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കർത്താവിനെ ഒന്ന് അറിയണമെന്ന് തോന്നി, ആരാധിക്കണമെന്ന് തോന്നി വന്നവരൊന്നും അല്ല. അതിന് വരാൻ പല കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ വൈരികൾ എഴുന്നേൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്ഭവിച്ചതല്ല, നിങ്ങളെ എപ്പോഴോ ഒരിക്കൽ മറഞ്ഞിരുന്ന് ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ പാത്തിരുന്ന സാധനങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട തീയിൽ പുറത്തു ചാടിയത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അത് ഡീൽ ചെയ്യാൻ പുറത്തുനിന്നൊരാൾ വേണ്ട, നിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങുന്ന തീ മതി. അത് ഡീൽ ചെയ്യാൻ പുറത്തുനിന്നൊരാൾ വേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇറങ്ങുന്ന തീ മതി. ഉറ്റിരിപ്പിൻ പ്രോസ്കാറ്ററയോ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് വചനത്തിൻ്റെ ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ ഒന്നുകൂടെ വായിക്കാം. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും, ഒരു വാതിൽ തുറക്കണമെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. ഒരു പ്രാർത്ഥന ഉള്ള ഒരു കുടുംബത്തിന്, ഒരു സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് അവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ അവൻ കാണേണ്ടി വന്നാലും പ്രാർത്ഥനയ്ക്ക് ശേഷം തുറന്നിരിക്കുന്നൊരു വാതിൽ കാണും. അതാ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം നിലവിൽ അടഞ്ഞിരിക്കുന്നൊരു വാതിലിനെ കുറിച്ചാണ് നിങ്ങൾ എനിക്ക് തുറന്ന് തരികയും എന്ന് പറയുന്നത്, അല്ലേ? നിലവിൽ അടഞ്ഞിരിക്കുന്ന വാതിലിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം കൂടുതലും ഇന്ന് ഈ മീറ്റിങ്ങിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അടഞ്ഞിരുന്ന വാതിലുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം തുറന്നു വന്ന സാക്ഷ്യം പറയാനുള്ളവർ ഈ മീറ്റിങ്ങിലുണ്ട്. അങ്ങനെ പല 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 തരത്തിലുള്ള ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നുണ്ടല്ലോ. വിശുദ്ധ ബൈബിൾ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വാതിൽ തുറന്നു വരാനാണെന്ന്. ഞാനത് അങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പ്രാർത്ഥിച്ചാൽ വാതിൽ തുറക്കുക, പ്രാർത്ഥിച്ചാൽ, ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ബൈബിൾ പറയുന്നത് പറയാതിരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ആരും വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ചാൽ വാതിലുകൾ തുറക്കും, പ്രാർത്ഥിച്ചാൽ വാതിലുകൾ തുറക്കും. ഞാൻ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ റിലമാണ്. ഒരു വാതിലും എൻ്റെ വീടിൻ്റെ വാതിൽ തുറക്കേണ്ട ആളാരാ? ഞാനാ. എൻ്റെ വീടിൻ്റെ വാതിൽ എനിക്ക് തുറക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ എന്തു വേണം? എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കീ നഷ്ടമാകണം. ഒന്നുകിൽ ആരെങ്കിലും അത് എടുത്തോണ്ട് പോകണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകണം. എപ്പോൾ ആ കീ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ആ സെക്കൻഡിൽ എനിക്ക് വാതിൽ തുറക്കാൻ പറ്റും. എൻ്റെ വീടിൻ്റെ വാതിൽ ഞാനൊന്ന് തുറന്നോട്ടെ എന്ന് അയൽവക്കത്ത് പോയി എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കീ ഇട്ടാൽ അത് തുറക്കേണ്ടതാണ്. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കീ കൈവശമില്ലാത്തത് കൊണ്ടാണ്. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകേണ്ടതിന് മുമ്പിൽ എൻ്റെ വാതിൽ തുറക്കേണ്ടതാ, എൻ്റെ കാര്യങ്ങൾ നടക്കേണ്ടതാ, എൻ്റെ കർമ്മരംഗം അനുഗ്രഹിക്കപ്പെടേണ്ടത്, എൻ്റെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടേണ്ടതാ, എൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതാ. പക്ഷേ അവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്കുകൾ കാണുന്നുണ്ടെങ്കിൽ ലീഗലി അത് തുറക്കേണ്ടതായിരിക്കെ ഇല്ലീഗലി അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന സന്ദർഭമാണ് പ്രാർത്ഥന. നീ ഒരു സഭ പണിയണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷെ അത് ലീഗലി സംഭവിക്കേണ്ടതാ. പക്ഷെ അതിന് ഇല്ലീഗലി ആരോ എന്തോ ഒരു അദൃശ്യ ശക്തി അതിനെ മറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിന്റെ സോഴ്സുകളെ മറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിനെതിരെ ശക്തിയോടെ ഒരു അഡ്വക്കേറ്റിനെ പോലെ വാദിക്കുന്ന സന്ദർഭമാണ് ആത്മാവിലെ പ്രാർത്ഥനാ സമയം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മാവിലെ പ്രാർത്ഥനാ സമയം, ആത്മാവിലെ പ്രാർത്ഥനാ സമയമാണ് പ്രോസ്കാർട്ടറയോ. ഗ്രീക്ക് വാക്കിൽ പ്രോസ്കാർട്ടറയോ. ഒരു കാര്യത്തിലേക്കുള്ള ശ്രദ്ധിച്ച് ശുഷ്കാന്തിയോടുകൂടെയുള്ള ഒരു സമീപനം, സ്ഥിരമായി തുടർച്ചയായിട്ടുള്ള ഒരു അറ്റൻഷനെയാണ്, തുടർച്ചയായിട്ട് ആ ഒരു സന്നിധിയുമായി, തുടർച്ചയായിട്ട് ആ ഒരു കാര്യവുമായി, വസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് ആ പ്രോസ്കാർട്ടറയോ എന്ന വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. 5 or 10 പ്രാവശ്യം പ്രാർത്ഥിച്ച് നീ വിട്ടുകളഞ്ഞ ചില കേസുകൾ ഉണ്ടായിരിക്കാം, തിരിച്ചെടുക്കുക. ആ ഫയൽ തിരിച്ചെടുക്കുക. നീ പ്രാർത്ഥിച്ച് വിട്ടുകളഞ്ഞ ചില കേസ്, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കേസ് നീ തിരിച്ചെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏതിൻ്റെയൊക്കെ അടിയിലായിപ്പോയ ആ പ്രയർ സബ്ജക്റ്റ്, ആ ഫയൽ നീ വലിച്ചു പുറത്തെടുക്കുക. ഇന്ന് മുതൽ ഒരു പ്രോസ്കാർട്ടറയോയുടെ അനുഭവത്തിലേക്ക് കയറ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. നിന്നെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും, പൂർത്തീകരിക്കും. ഹല്ലേലൂയ.
ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും. ഇവിടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കാര്യങ്ങളും കൂടെ പറയും. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവൻ ആ വിഷയത്തിൻ്റെ മേൽ വിടുതൽ വരുമെന്ന് വിശ്വാസം വേണം. രണ്ട്, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാലൊരു വിടുതൽ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം വേണം. ഇത് നമ്മൾ പ്രാർത്ഥിച്ചാലും പിന്നെയും തന്നെയും പറയാം, അത് പിന്നെയും കൊച്ചിന് പോരാട്ടമാണ്. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് ശേഷം പിന്നെയും പറയും, കഴിഞ്ഞ പ്രാവശ്യം അവൻ തോറ്റതാ, കഴിഞ്ഞ പ്രാവശ്യം പോയത് വണ്ടി പഞ്ചറായതാ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കമഴ്ന്നടിച്ച് വീണതാ. വീണ്ടും കഴിഞ്ഞുപോയ പരാജയങ്ങളെ ജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞതിന് ശേഷം പിന്നെയും പറയുന്ന മാതാപിതാക്കന്മാരുണ്ട്, എനിക്കറിയാം. ആ കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം കവിണ്ണു വീണതുകൊണ്ടും, ആ കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ട്, ആ കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാത്തത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പ്രാർത്ഥിച്ച് ജഗത്തിന്റെ വചനങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്ത് ആ തലം തുറന്നിട്ട് ആമേൻ പറഞ്ഞതിന് ശേഷം ആ പടി വിട്ടിറങ്ങുന്നതിന് മുന്നേ പറയുന്ന, പാസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, കഴിഞ്ഞ പ്രാവശ്യം ചെറുക്കൻ തോറ്റതാ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ എവിടെ? ഇതിപ്പോൾ ആരാ പ്രാർത്ഥന കേൾക്കേണ്ടത്? ഇതിപ്പോൾ ദൈവം പ്രവർത്തിക്കണോ ഭൂതം പ്രവർത്തിക്കണോ? മാറേണ്ടത് അമ്മമാരാണ്, മാറേണ്ടത് അപ്പന്മാരാണ്, മാറേണ്ടത് മനസ്സാണ്, മാറേണ്ടത് മനോഭാവങ്ങളാണ്. പാസ്റ്റർ മാറി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു ദീപു പാസ്റ്റർ അല്ലെങ്കിൽ വേറൊരു ദീപു പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് കാര്യമില്ല. മാറേണ്ടത് മനസ്സാണ്, മനോഭാവമാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്നും പറഞ്ഞിട്ട് പൗലോസ് വേറെ പ്രയർ ലൈൻ നമ്പർ തേടി പോയില്ല. ആ ബലത്തോടെ താൻ ചെയ്യേണ്ട കർമ്മയും കൂടെ ചെയ്തിട്ട് എന്തുവാ? പ്രാർത്ഥിച്ചിട്ട് പോയി. എന്തിനാ? എനിക്കൊരു വാതിൽ തുറക്കണം. എനിക്കൊരു വാതിൽ തുറക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. തിരുവെഴുത്ത് പറയുന്നു, ഞങ്ങൾക്കൊരു വാതിൽ വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. മീൻസ്, ഞാൻ ഒരു വാതിൽ തുറന്ന് കിട്ടിയാൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ എങ്ങനെ മൂവ് ചെയ്യണം, ഈ ഒരു ജ്ഞാനം എന്നിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെല്ലാം കാര്യം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിൽ പൗലോസ് പറയുന്നു, ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് ലഭിക്കേണ്ടത്. ഞാൻ ചുമ്മാ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ ചുമ്മാ എൻ്റെ പഴയ പഴക്കവും കൊണ്ട് ഞാൻ പോയിട്ട്, എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്നാണെന്നറിയാമോ? പൗലോസ് ഒന്നാം മിഷണറി യാത്രയ്ക്ക് പോയ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചതുപോലെ അല്ല രണ്ടാം മിഷണറി യാത്രയ്ക്ക് പോകുമ്പോൾ പ്രസംഗിക്കേണ്ടത്. ഒന്നാം മിഷണറി യാത്രയ്ക്ക് രണ്ടാം മിഷണറി യാത്രയ്ക്കും പോയപ്പോൾ ഡീൽ ചെയ്ത കേസുകളോ ഡീമൺസോ വ്യക്തികളെയോ അല്ല മൂന്നാം മിഷണറി യാത്രയ്ക്ക് താൻ ഫേസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? 2000 നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങളല്ല ഈ വർഷം നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 24 ഫേസ് ചെയ്തതോ ആ കഴിഞ്ഞ ആ ജനുവരിയിൽ ഫേസ് ചെയ്ത കാര്യങ്ങളോ ആയിരിക്കത്തില്ല ഈ ജനുവരിയിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ എന്താ പറയുന്നതെന്ന്? ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്നും പുതുമകൾ തന്നെയാണ്. ആത്മീയ കാര്യങ്ങളിൽ പുതുമ, അഭിഷേകത്തിൽ പുതുമ, വെളിപ്പാടുകളിൽ പുതുമ, ദൈവകൃപയിൽ പുതുമ, ദൈവാനന്ദത്തിൽ പുതുമ, അങ്ങനെ പല കാര്യങ്ങളിൽ അവന് പുതുമ തന്നെയാണ്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലും അവൻ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ പുതുമകളുള്ളതായിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഒന്നാം മിഷണറി യാത്രയ്ക്ക് പ്രസംഗിച്ച സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആമേൻ, അതിലൊരു നോ, ഞാൻ അവിടെ എന്ത് സംസാരിക്കണം? ഒരു കേസ് വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഒരു വിഷയം എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യണം? ആ സമയമുള്ള എൻ്റെ മനോഭാവം എന്താ? ഇതൊക്കെ കർത്താവ് ലൈവായിട്ട് ആ സ്പോട്ടിൽ വെച്ച് റിവീൽ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സാധനം വരും, അന്നേരം ഞാൻ ഇങ്ങനെ കാണിക്കും, കൈയെടുത്ത് ഇങ്ങനെ കാണിക്കും, കാലെടുത്ത് ഇങ്ങനെ. നോ,
പൗലോസ് പറഞ്ഞ ഇതാണ്, ഞാനിപ്പോൾ ഒന്നും പ്ലാൻഡ് ആയിട്ട് പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ചില കേസ് കർത്താവ് എനിക്ക് ഓപ്പൺ ആക്കി തരും. ആ കേസിനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി എനിക്ക് ഉണ്ടാകേണ്ടതിനും, ഒരു ജ്ഞാനം ദൈവം എനിക്ക് ഓപ്പൺ ആക്കി തന്നാൽ അത് മറയാതിരിക്കേണ്ടതിനും, അത് എന്നിലൂടെ സക്സസ് ആയിട്ട് വെളിപ്പെടേണ്ടതിനും സഭയെ നീ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. ഇതല്ലേ നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാത്തതല്ലേ പല തകർച്ചയ്ക്കും കാരണം? ചില ഒക്കേഷനിൽ എങ്ങനെ സംസാരിക്കണം, ചില വ്യക്തികളെ എങ്ങനെ ഡീൽ ചെയ്യണം, ചില സന്ദർഭങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം, ചില വികാരങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് നമ്മുടെ സ്പിരിറ്റിലോട്ടൊരു ദൈവിക ആലോചന കടത്തിവിടാതെ നമ്മുടെ സോൾ പാർട്ടിൽ നിന്നുകൊണ്ട് മാനുഷികമായി ചില ചിന്തകൾ എടുക്കുകയും മാനുഷികമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും മാനുഷിക നിയോഗങ്ങൾക്ക് വിധേയപ്പെട്ട് പലരുടെയും വാക്കിന് വിധേയപ്പെട്ട് മൂവ് ചെയ്തതുകൊണ്ടും സ്റ്റെപ്പ് വെച്ചതുകൊണ്ടും അല്ലേ പലയിടവും ബ്ലോക്കായും സ്റ്റക്കപ്പായിട്ടും ഇപ്പൊ നിൽക്കുന്നത്, പ്രതിരോധത്തിലായിരിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് ആരോടൊക്കെ ഉണർത്തി സംസാരിക്കുകയാണ്, ആരൊക്കെ തട്ടി ഉണർത്തുകയാണ്. സമയം വൈകിപ്പോയിട്ടില്ല. നിന്റെ മുമ്പിൽ ഇനിയും തുറക്കപ്പെടാനുള്ള വാതിലുകളുണ്ട്. ഇനിയും നിനക്ക് ദൈവത്തിന്റെ ആലോചനകൾ വെളിപ്പെടുത്താനുള്ള ദൈവേഷ്ടം ഉണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടില്ല. നീ ഒന്ന് മടങ്ങി വരാമെങ്കിൽ, നിങ്ങളൊന്ന് ജ്ഞാനത്തിൽ നിറയാമെങ്കിൽ, നിങ്ങളൊന്ന് എഴുന്നേൽക്കാമെങ്കിൽ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ബ്ലോക്കായി കിടക്കുന്ന ഏതൊരു കേസും അൺബ്ലോക്ക് ചെയ്യും. അത് മക്കളുടെ കാര്യമായിരിക്കാം, ഭർത്താവിൻ്റെ കാര്യമായിരിക്കാം, ഭാര്യയുടെ കാര്യമായിരിക്കാം, സഭയുടെ കാര്യമായിരിക്കാം, സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം, ലോണിൻ്റെ കാര്യമായിരിക്കാം, കൺസ്ട്രക്ഷൻ്റെ കാര്യമായിരിക്കാം, ഹെൽത്തിൻ്റെ കാര്യമായിരിക്കാം, ഫാമിലിയുടെ കാര്യമായിരിക്കാം, ഫ്യൂച്ചറിൻ്റെ കാര്യം, കരിയറിൻ്റെ കാര്യം, എന്തുമാകട്ടെ ദൈവം അത് ഓപ്പൺ ചെയ്യും. പ്രോസ്കാറ്ററയോ, പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ മനോഭാവമുണ്ട്. ഒരു പ്രോസ്കാറ്ററ, ഒരു ശുഷ്കാന്തി വേണം ദൈവകാര്യങ്ങളിൽ ശുഷ്കാന്തി വേണം. നമ്മൾ പ്രയർ റിക്വസ്റ്റ് പറയാൻ മാത്രം ശുഷ്കാന്തി ഉള്ളവരായാൽ പോരാ. ദൈവിക കാര്യങ്ങളിൽ നമുക്കൊരു ശുഷ്കാന്തി വേണം. ദൈവം എല്ലാം അസസ് ചെയ്യും. എൻ്റെ പ്രസംഗം മാത്രം ദൈവം അസസ് ചെയ്യുന്ന ദൈവമൊന്നുമല്ല. എൻ്റെ A to Z കാര്യങ്ങൾ ദൈവം അസസ് ചെയ്യും, സ്ക്രൂട്ടിനി ചെയ്യും, കീൻ ഒബ്സർവ് ചെയ്യും കർത്താവ്. എൻ്റെ പ്രസംഗം മാത്രം നല്ല പൊലിപ്പത്തിനിരുന്നിട്ട് ജീവിതം എങ്ങനെയെങ്കിലും ആയിട്ട് കാര്യമില്ല. എൻ്റെ പ്രസംഗം മാത്രം നല്ല പിച്ചിൽ നിന്നിട്ട് എൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയെങ്കിലും ആയിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ ശുഷ്കാന്തി വേണം. എന്താ, പ്രസംഗത്തിന് മാത്രമല്ല, ജീവിതത്തിലും അത് വേണം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന എന്നെ പറയുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ. പ്രസംഗിക്കുന്ന എന്നെ കർത്താവ് പ്രസംഗം കൊണ്ടല്ല തൂക്കുന്നേ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടതിനാണ്. എന്നെ തൂക്കുന്ന മേഖലകൾ, മണ്ഡലങ്ങൾ വേറെയുണ്ട്. ആ ഭാഗത്ത് ഞാൻ നീറ്റായിരിക്കണം. അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരും. എനിക്ക് ലീഗലി അല്ലെങ്കിൽ എനിക്ക് സ്പിരിച്വലി സംഭവിക്കേണ്ട കാര്യങ്ങൾക്കകത്തെല്ലാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പല ഭൗതികമായ കാര്യങ്ങൾക്കകത്തെല്ലാം എനിക്ക് ബ്ലോക്ക് വരും. ഒരു പ്രോസ്കാറ്ററയോ, ശുഷ്കാന്തി, ദൈവകാര്യങ്ങളോടൊരു ശുഷ്കാന്തി, ദൈവിക കാര്യങ്ങളോടൊരു എല്ലാ കാര്യങ്ങൾക്കകത്തും എന്ത് ചെയ്താലും അത് ദൈവത്തിന് എന്ന വേണം. അത് പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, എനിക്ക് വാതിൽ അതിനാൽ തുറക്കും. ദൈവം എന്നെ അയക്കുന്ന കാര്യങ്ങൾ നടക്കണം, അതിന് നിങ്ങൾ ജാഗരിച്ചിരിക്കണം. സ്തോത്രത്തിൽ നിങ്ങൾ ജാഗരിക്കണം. അന്നേരം ഞാൻ എന്തവിടെ എൻ്റെ ദൈവം അയക്കുന്നിടത്ത് എന്ത് ചെയ്യണോ അത് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാകരുത്. അത് അവിടുത്തെ ഒരു മറഞ്ഞു കിടക്കുന്നൊരു മർമ്മം. അത് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ നടപ്പാകണമെങ്കിൽ അവിടെ മറയ്ക്കുന്ന സാധനം റിമൂവ് ആവണം. സുഹൃത്തെ, നിന്നെ ദൈവം അയച്ച രാജ്യത്തിൽ, നിന്നെ ദൈവം അയച്ച പട്ടണത്തിൽ, നിങ്ങളെ ദൈവം അയച്ച ദിക്കിൽ, നിങ്ങളെ ദൈവം അയച്ച ഇടത്ത്, നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ പ്രയോജനപ്പെടാൻ കഴിയാതെ ദൈവം ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാകുന്ന
അശുഭഭാവിയിൽ പ്രയോജനപ്പെടാൻ കഴിയാതെ വണ്ണം അതിനെ മറയ്ക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. നീ ഒരു നല്ല ഭർത്താവാകണമെന്ന്, നല്ലൊരു ഭാര്യയാകണമെന്ന്, നല്ലൊരു ദൈവദാസനാകണമെന്ന്, നല്ലൊരു മകൾ ആകണമെന്ന്, നല്ലൊരു പൗരനാകണമെന്ന്, നല്ലൊരു അസിസ്റ്റന്റ് ആകണമെന്ന്, നല്ലൊരു സെർവന്റ് ആകണമെന്ന്, നല്ലൊരു മിഷണറി ആകണമെന്നുള്ളത് നിന്റെയും ദൈവത്തിന്റെയും ഇഷ്ടമായിരിക്കെ എവിടെയോ അതിനെയൊക്കെ മറയ്ക്കുന്ന, നിന്റെ കർമ്മമേഖലകളെ മറയ്ക്കുന്ന, കർമ്മരംഗങ്ങളെ മറയ്ക്കുന്ന, ആത്മീയ മേഖലകളെ മറയ്ക്കുന്ന മറയേ ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകർക്കുക. അതിന് പ്രാർത്ഥനയിലേക്ക് കയറ്. പുതിയൊരു അഭിഷേകം പ്രാപിക്കുക. സ്വർഗം നിന്നെ തൊടുന്നു. In the name of Jesus. Hallelujah. Hallelujah. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ഞാൻ വേഗത്തിൽ പറയട്ടെ, നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക? ഈ ഒരു 4-ാമത്തെ അധ്യായം മുഴുവൻ വായിച്ചാൽ, അല്ലെങ്കിൽ 3-ാമത്തെ അധ്യായം, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ, പ്രാർത്ഥന എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായവും വായിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. 3:5 കൊലോസ്യർക്ക് ലേഖനം 3:5 വായിച്ചാൽ, അവയവങ്ങളെ മരിപ്പിക്കാൻ ഒരു വ്യക്തി നമ്മൾ പ്രാർത്ഥനയിൽ ഇതൊക്കെ പ്രായോഗികമാക്കുമെങ്കിൽ നമുക്ക് എളുപ്പമാകും. നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. 3:8 പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. പ്രാർത്ഥനയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ ഈസി ആയിട്ട് സാധിക്കും. 3:10 പുതിയ മനുഷ്യനെ ധരിക്കാൻ നമുക്ക് സാധിക്കും. 3:18 ക്രിസ്തുവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ ഭാര്യമാർക്ക് സാധിക്കും, നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാണെങ്കിൽ. 3:19 കയ്പ് കൂടാതെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ സാധിക്കും, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ. കയ്പ് കാണത്തില്ല, കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. 3:20 മാതാപിതാക്കളെ എല്ലാ കാര്യത്തിലും അനുസരിക്കാൻ മക്കൾക്ക് സാധിക്കും. കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയും അപ്പനെ അനുസരിക്കാൻ സാധിക്കും. 3:21 മക്കളെ സ്നേഹിക്കാൻ, ദൈവം പറയുന്നത് പോലെ മക്കളെ സ്നേഹിക്കാൻ സാധിക്കും. ദൈവത്തെ പോലെ യജമാനന്മാരെ സേവിക്കാൻ 3-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ സാധിക്കും. നിങ്ങൾക്കൊരു പൊസസീവ്നെസ് ഉണ്ടാകത്തില്ല, ഒരു ഈഗോ ഉണ്ടാകത്തില്ല. പാസ്റ്റർക്ക് കീഴ്പ്പെടാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറിന് കീഴ്പ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്കൊരു ഈഗോ വർക്കൗട്ട് ആകത്തില്ല പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ. ഒരു അസൂയ ഉണ്ടാകത്തില്ല ഒരു കാര്യത്തിൽ. വേലക്കാരോട് നീതിയും ന്യായവും ആചരിക്കാൻ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം അവനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വിശ്വസ്തനാണ്. നിങ്ങളെ ഔവണ്ണമാക്കിയെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നിങ്ങളിലൂടെ നടക്കണമെന്ന് നിങ്ങളെക്കൊണ്ട് സാധിക്കണമെന്ന്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചിലരുടെ മുമ്പിലൊന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ടായിട്ടും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിച്ചിട്ടും സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഈ സന്ദേശം പ്രിയപ്പെട്ടവർ കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത ഒരു തലത്തിലേക്ക് കയറാൻ നിങ്ങൾ തയ്യാറായിക്കോ. ദൈവം ഇന്ന് നിന്നെ അതിന് ഹെൽപ്പ് ചെയ്യും. ദൈവശക്തി നിന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പോസ്തല പ്രവൃത്തികളിലൂടെ കപ്പൽ ഛേദത്തിൻ്റെ നടുവിലും പൗലോസ് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഈ ലേഖനം എഴുതിയ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ തന്നെ പറയുന്നു, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രാർത്ഥിക്കുന്നവർക്കും അങ്ങനൊരു അവസ്ഥയുണ്ട്. രക്ഷപ്പെടും, നന്നാകും, ശരിയാകും, എല്ലാം കലങ്ങിത്തെളിയും. ഈ ഒരു വിശ്വാസമൊക്കെ നശിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവും, വരാം, സാധ്യതയുണ്ട്. ക്രിസ്തുവിനെ അനുകരിച്ച പൗലോസിന് പോലും അത് സാധിച്ചെങ്കിൽ നമ്മുടെ ഒന്നും കാര്യം പിന്നെ പറയണ്ട. പക്ഷേ ഒരു സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സിംഹം പോലെ തളർന്നിരുന്ന മനുഷ്യനാകുന്ന പൗലോസ് ചാടി എഴുന്നേൽക്കാനുള്ള കാരണം ഒരു പ്രോസ്കർട്ടറയോ, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി എന്നത് കണ്ണുകൊണ്ട് കണ്ട സാഹചര്യങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞ ദൂതാണ്. എന്നാൽ
ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പൗലോസ് ഒരു പ്രോസ്കാർട്ടറയോ എന്ന ഒരു ഇക്വേഷനിലൂടെ ദൈവത്തോട് ബന്ധപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദവും തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട കാഴ്ചയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതും നിന്റെ കൈ കൊണ്ടെടുത്ത് നീ കഴിക്കുന്നതും നീ നിന്ന് സഞ്ചരിക്കുന്നതുമാകുന്ന കപ്പൽ, ഭക്ഷ്യവസ്തുക്കൾ, സാധന സാമഗ്രികൾ, ചരക്ക് സാധനങ്ങൾ എല്ലാം നശിച്ചു പോകും. പക്ഷേ ഞാൻ നിന്റെ മേൽ നിക്ഷേപിച്ചതുപോലെ നിന്റെ കൂടെ നിൽക്കുന്ന ഇത്രയും പേരുടെ ഉള്ളിൽ നിക്ഷേപിച്ച പ്രാണന് ദോഷം സംഭവിക്കത്തില്ല. ഒരു സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹം പോലെ ചാടി എഴുന്നേറ്റ് കപ്പലിൽ നിന്ന് ഭീതിയിൽ അയ്യോ അയ്യോ വിളിക്കുന്നവരോട് പൗലോസ് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. ഈ ഒരു വാക്ക് വരണമെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുന്ന സന്ദേശങ്ങൾക്കും കീഴ്പ്പെട്ടിരുന്നാൽ പറ്റത്തില്ല. അതിൻ്റെ മുകളിലാണ് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ മാനുഷികമായി നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന പല സംഗതികൾ കാണും, യാഥാർത്ഥ്യങ്ങളുമായിരിക്കാം. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുകളിൽ മറ്റൊരു സത്യമുണ്ട്, മറ്റൊരു ശരിയുണ്ട്, മറ്റൊരു നിയമ സംവിധാനമുണ്ട്, മറ്റൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന, ആ ഗവൺമെന്റിന്റെ നിയമങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ എപ്പോഴും ഭൂമിയിലത്തെ ഏതൊരു സാഹചര്യങ്ങൾക്കും മുകളിൽ പുതിയ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊരു തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്, നിങ്ങൾ കരുതിക്കോളൂ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിന് പുതിയ ഒരു തിയറി, പുതിയൊരു നിയമം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉളവാക്കിയെടുക്കുവാൻ സാധിക്കും. പുതിയൊരു നിയമം. ഹാമാൻ വിരോധമായ ഒരു രേഖയും നിയമവും ഉണ്ടാക്കിച്ചു. ദാനിയേലിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥർ ദാനിയേലിനും വിരോധമായ ഒരു രേഖ ഉണ്ടാക്കിച്ചു. ദാനിയേലിനെ തീയിലിടാനും യഹൂദന്മാരെ കൊന്നുകളയാനും തക്കവണ്ണം രണ്ട് നിയമങ്ങൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഇറക്കിയ നിയമം ഒന്ന് തന്നെയാ. ദൈവം അവർക്ക് വേണ്ടി നീട്ടിയ കൈ ഒന്ന് തന്നെയാ. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യം ഒന്ന് തന്നെയാ. വിടുവിച്ചു, രക്ഷിച്ചു, പൊള്ളിച്ചില്ല, നഷ്ടമാക്കിയില്ല. രേഖയെ മാറ്റിച്ചു, രേഖയെ തിരുത്തി. ആർ വിരോധമായി രേഖയുണ്ടാക്കിയോ അവൻ്റെ കഴുത്തിലേക്ക് ആ കയറിനെ പോകാ എന്ന് ആരും കേൾക്കാത്തൊരു ശബ്ദം അദൃശ്യമണ്ഡലത്തിൽ മുഴങ്ങിയപ്പോൾ ആർക്ക് വേണ്ടി ആര് കൊലക്കയറൊരുക്കിയോ അവൻ്റെ കഴുത്തിലേക്ക് ആ സാധനം പോയങ്ങ് വീണു. ആരും അങ്ങനെയൊന്നും പോയി വീഴാൻ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. പക്ഷേ അദൃശ്യമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ശബ്ദമുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ നിങ്ങളെ കാണുന്ന കണ്ണുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് വേണ്ടുന്ന സേവകാത്മാക്കളെ ദൈവം വിന്യസിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കാണ് അതിൻ്റെ സർവീസ് അനുഭവിക്കാൻ, ആസ്വദിക്കുവാൻ കഴിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, നിരാശപ്പെട്ടു പോകണ്ട. കർത്താവ് നിനക്ക് വേണ്ടി എന്തോ വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യും. എനിക്കത് നല്ല വിശ്വാസമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഒരു സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ പൗലോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞത്, ആരുടെയും പ്രാണന് ദോഷം വരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തകർന്നു പോകുന്ന അനുഭവത്തിലാണെങ്കിലും, നിങ്ങളുടെ വീട് നശിച്ചു പോകുന്ന അനുഭവത്തിനകത്താണെങ്കിലും, ചാടി എഴുന്നേറ്റ് ഒരു സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റ് പറയാൻ പറ്റും, തകർന്നു പോകത്തില്ല. കാരണം ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നോട് ഇപ്പോൾ ഈ രാത്രിയിൽ സംസാരിച്ചു, ഈ പകലിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു തലം ദൈവം തുറന്നു തരും. ആ മുറിയാണ് പ്രാർത്ഥനാ മുറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ദൈവം അതിൻ്റെ വീര്യം കൂട്ടും. ഒരു സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹം പോലെ നിങ്ങൾക്കും എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റും, എൻ്റെ ദൈവം പ്രവർത്തിക്കും.
അവൻ വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല എന്ന്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ശബറ ഹർഥേ ലെബോഷ ലമാർഥനേഷ് ഖനാർ ബഹൽഖരോ ഷിയാർത്ഥന ഓയിഡരാൽ ബ്രഹാസർധനാഷ് ബൽഖര. ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഷബോർധേനിയാൽ ബഹത്വാഷ് കമാന. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിച്ച വിശ്വാസങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് വരെ നിങ്ങൾ ഒരു പക്ഷേ കരുതുന്നുണ്ടാകാം. പക്ഷേ അതിനെ നിങ്ങളുടെ ആ വിശ്വാസവും തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവർ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഒരു പ്രത്യേക ഒരു ദൈവിക ആവരണം ഇന്ന് ചിലരുടെ മേൽ വന്ന് കർത്താവ് പതിക്കുകയാണ്. ദൈവിക ആവരണം ഈ സമയം സ്വർഗം സൃഷ്ടിക്കുകയാണ്. ദൈവിക ആവരണം. ഇന്തോ ചില ഭീഷണികൾക്കകത്തൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഭീഷണി സ്വരം കൊണ്ട് പതറി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. നാളെയെക്കുറിച്ച് ഭയപ്പെട്ട് ചിന്തിച്ച് നിൽക്കുന്ന, ആകുലപ്പെട്ട് കലങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹിമയുടെ വെളിച്ചം വരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ദൈവം അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങല പൗലോസ് ധരിച്ചിരുന്നെങ്കിലും പൗലോസിന്റെ ഒരു കാര്യങ്ങൾക്കും മുടക്കം വന്നിരുന്നില്ല. പൗലോസിന്റെ കൈ നീട്ടുന്നതിനേക്കാളും ഭംഗിയോടെ, പൗലോസിന്റെ കൈ അധ്വാനിക്കുന്നതിനേക്കാൾ ഭംഗിയോടെ, പൗലോസ് ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയോടെ പരിശുദ്ധാത്മാവ് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് തൻ്റെ കാര്യങ്ങൾക്ക് മുടക്കം വന്നില്ല, തൻ്റെ പ്രാർത്ഥനകൾക്ക് മുടക്കം വന്നില്ല. റബാനാലെ ഖദുനിയാഷ് മധുരിയ റഗമാനെ ലബാർദീരി ഹദുരേഷ് ഖമാനിയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന, പ്രാർത്ഥനയുടെ ദൈവപ്രവർത്തികളെ തടയുന്ന, പ്രാർത്ഥനയെ തന്നെ അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കുന്ന സകല ദുഷ്ടന്റെ ശക്തിക്കെതിരെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവശക്തി റിലീസ് ചെയ്ത് ആ ശക്തിയെ നിർവീര്യമാക്കി കളയുന്നു. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ സമയം എല്ലാ തളർന്നിരിക്കുന്ന കൈകാലുകൾ ബലപ്പെടട്ടെ, സകല രോഗികളും സൗഖ്യമാകട്ടെ, സകല ദുർഭൂത ശക്തികളും യേശുവിന്റെ നാമത്തിൽ കൂടാരം വിട്ടിറങ്ങട്ടെ. ഭക്തന്റെ ഭവനത്തിൽ നിന്ന് എല്ലാ ഇരുടിന്റെ ശക്തികളെയും ശാസിക്കുന്നു. പ്രാർത്ഥിക്കുക. വലിയൊരു വിടുതല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നു. ഭയങ്കര ഒരു ദൈവിക ഇടപെടൽ. ചിലരും ദൈവവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നു. ചിലരും ദൈവവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ. ചില വ്യക്തികളും ദൈവ സാന്നിധ്യവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ. ചില വ്യക്തികളും ദൈവ സാന്നിധ്യവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ. Rasmantel, Barofiara, Haltema, Reilkoya, Sidormo, Sandavalla, Rigartini, Haudabeshi, Niamteriba, Lebordini, Hamdergeniam, Shalardeni, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചു. ഈ സമയം തന്നെ ഭവനങ്ങൾക്കകത്ത് ശുദ്ധീകരിക്കുന്ന ദൂതൻ ഇറങ്ങുന്നു. നിന്റെ ഭവനത്തിനകത്ത് കലഹമുണ്ടാക്കുന്ന, നിങ്ങളുടെ വീടിനകത്ത് അസമാധാനം കൊണ്ടുവരുന്ന ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിച്ച് ചങ്ങല വെച്ച് പുറത്തു കൊണ്ടുപോകാൻ ദൈവം ദൂതനെ അയക്കും. ചില കരങ്ങളെയൊക്കെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടട്ടെ. ചില നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടസ്സങ്ങൾ തകരട്ടെ. എല്ലാ ഇരുട്ടിന്റെ നിയമങ്ങളും ക്യാൻസൽ ചെയ്യുന്നു. ജീസസ് പവർ. പുനരുദ്ധാനത്തിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങളിപ്പോൾ സ്വീകരിച്ച് ഞങ്ങളുടെ ലൈഫിൽ അത് റിലീസ് ചെയ്യും. ശത്രു മരണം വിതച്ചത്, ശത്രു ദുർവിധി വിതച്ചത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുനരുദ്ധാന ശക്തിയാൽ അതിനെ റിമൂവ് ചെയ്യുകയാണ്. സൗഖ്യങ്ങൾ നടക്കുകയാണ്. ദൈവിക സൗഖ്യങ്ങൾ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യങ്ങൾ നടക്കുകയാണ്. സകല വൈരിയുടെ കെട്ടുകളും അഴിയട്ടെ. സകല ദുർഭൂത ശക്തികളും കരിഞ്ഞു പോട്ടെ. തീയിറങ്ങട്ടെ.
റബദല ഹസ്തോരി ഗാധർ ഗമാന ഷൈഡസ് ലമ്മ റബാർധന ശഗദര ലബ ഹദുദിബിബിദി കടക. പല ഭവനങ്ങൾക്കകത്ത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ ശരീരങ്ങളിൽ എനിക്കത് അറിയാം. വിശ്വസിക്കുന്നവരുടെ ശരീരങ്ങളിൽ അത് വെളിപ്പെടുന്നു. റബോദി ഹൽഖേ റിഗോ റിഖേ ശലേ റഗേ ലഗ രേഖാധർ ബാശൽഗ. ഞാൻ ആത്മാവിലൊരു കാര്യം കാണുന്നു. ഭക്തനെ, നിനക്കെതിരെ വിധിച്ചു വെച്ച ചില എഴുത്തുകൾ പോലും ആത്മമണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ക്യാൻസൽ ചെയ്യുന്നത്, അത് മാഞ്ഞു പോകുന്നത്, നിന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല, നടക്കത്തില്ലെന്ന് വിധിച്ച ചില വിധികൾ പോലും മാഞ്ഞു പോകുന്നത്, അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. രക്തം ജയം. Amen. In the name of Jesus. പിതാവേ, ഞാൻ ദൈവകരങ്ങളിലേക്ക് ഈ ജനത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ 2 പ്ലാറ്റ്ഫോമും ദൈവ കൈകളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ പ്ലാറ്റ്ഫോമിന് ചുറ്റും ദൂതന്മാരെ ഇനിയും ഇറക്കണമേ. അവർ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിലനിൽക്കുന്ന ദൈവിക അഭിഷേകത്തെ സംരക്ഷിക്കട്ടെ. ഇതിനകത്ത് വെളിപ്പെടുന്ന തീ അവർ സംരക്ഷിക്കട്ടെ. ശത്രു നുഴഞ്ഞു കയറരുത്, പിശാച് കാണരുത്. അവന്റെ കണ്ണിന്റെ കാഴ്ച പോലും നശിച്ചു പോകുന്ന ഒരു ദൈവ തേജസ് എപ്പോഴും ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കട്ടെ. കൂടി വന്ന സകല ജനത്തെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെ ഒരു അനുഗ്രഹമാക്കി ദൈവം നിലനിർത്തണമേ. അടിയനെ കുടുംബമായി തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, അധികമായി ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി, എല്ലാ ദൈവമക്കളും ഒന്ന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഭയങ്കര ഒരു ദൈവസാന്നിധ്യം, അണയാത്തൊരു അഗ്നി പോലെ ആ ദൈവസാന്നിധ്യം ഇതിനകത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മീറ്റിംഗ് അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ആദ്യം കൊടുത്തേക്കുക. രണ്ടാമത് ഈ വീഡിയോ മറ്റൊരു വ്യക്തിക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രെയർ ലിങ്കുകൾ ആവശ്യമുണ്ടെങ്കിൽ, ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ, അറിയിപ്പുകൾ, സ്പെഷ്യൽ പ്രെയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും സഹിതം മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെന്ന് മെസ്സേജ് ഇട്ടാൽ, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്കത് വാട്സാപ്പിൽ അന്ന് മുതൽ അയച്ചു കിട്ടും. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ആ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് മറുപടിയും തരും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, സഹായിക്കും. നമുക്ക് ആശീർവാദം പറഞ്ഞതിന് ശേഷം സൂമും യൂട്യൂബും ഒരുപോലെ കട്ടാകും. പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അടുത്ത ദിവസം ഞാൻ സൂമിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സൂമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ജോയിൻ ചെയ്ത ദൈവമക്കളെ ഞാൻ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പൗലോസിൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും, ഈ കേട്ട തിരുവെഴുത്തിനോടും, നമ്മുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും, കർത്താവിൻ്റെ സകല വിശുദ്ധന്മാരോടൊപ്പവും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് യേശുക്രിസ്തു നിമിത്തം സകല മേഖലകളിലും ജയം നൽകിയ നമ്മുടെ ദൈവത്തെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും അധികമായി അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ. താങ്ക് യു.